ഹായ്. അപ്പോൾ ഞാൻ ഇന്നൊരു വളകാപ്പ് ചടങ്ങിനാണ് കേട്ടോ പോയത്. നമ്മളുടെ ഹൈദരാബാദിൽ ഭാഗ്യലക്ഷ്മി, നിരോഷ്. അപ്പോൾ ഭാഗ്യലക്ഷ്മി തെലുങ്ക് കുട്ടിയാണ് കേട്ടോ. നിരോഷ് നമ്മളുടെ മലയാളി പയ്യനാണ്. അപ്പോൾ ഡെക്കറേഷനൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡെക്കറേഷൻ്റെ ആൾ വന്നതേ കുറച്ച് ലേറ്റായിട്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ അപ്പോഴേക്ക് ടൈം ഒരുപാടായി. അപ്പോൾ അയാൾ കുറച്ചൊക്കെ ഡെക്കറേഷൻ ചെയ്തിട്ട് ആൾ പോയി. അപ്പോൾ അവിടെ കുറച്ച് താമരപ്പൂ പോലുള്ളതൊക്കെ ഞങ്ങളാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്തത്. കുറച്ച് പൂവൊക്കെ കുറേ ബാക്കിയുണ്ടായിരുന്നു. സമയമില്ലാത്തത് കൊണ്ട് കുറച്ച് ചെയ്തുള്ളൂ. അങ്ങനെ കുറേ സ്വീറ്റ്സും ഫ്രൂട്ട്സൊക്കെ ആയിട്ടാണ് കേട്ടോ അവർ കൊണ്ടുവന്നത്. അവരുടെ ഒരു ചടങ്ങാണത്. നമ്മളുടെ നാട്ടിലത്തെ പോലെയുള്ള ചടങ്ങുകളല്ല, അവരുടെ കേരളത്തിലുള്ള ചടങ്ങ് പോലെയല്ല. എൻ്റെ ഫ്രണ്ട്സും പിന്നെ അവരുടെ അവിടെ നിന്ന് വന്ന ആൾക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ. ചെറിയൊരു സിമ്പിൾ ഫങ്ഷനായിരുന്നു കേട്ടോ. അങ്ങനെ അവർക്കൊരു ഡ്രസ്സ് കൊടുക്കുന്ന ഒരു ചടങ്ങൊന്നുണ്ട്. അപ്പോൾ അവൾ ആദ്യം ഒരു സാരി ഉടുത്തിട്ട് വന്നിരുന്നു. അപ്പോൾ അവരുടെ വീട്ടുകാർ ഒരു ഡ്രസ്സൊക്കെ കൊണ്ടു കൊടുക്കും അവർക്ക്. ഇനി ആ ഡ്രസ്സ് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ അടുത്ത ചടങ്ങുകളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതിനായിട്ട് അവരുടെ പൊട്ടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. കവളിൽ ചന്ദനമാണ് കേട്ടോ ഈ തൊടുന്നത്. നമ്മൾ നെറ്റിയിൽ ചന്ദനം തൊടും, അവർ കവളിലാണ് കേട്ടോ തൊടുക. അപ്പോൾ നമ്മൾക്ക് കുങ്കുമപ്പൊട്ട് വെച്ച് തന്നാൽ നമ്മളത് തിരിച്ചും വെച്ച് കൊടുക്കണം. അതാണ് കേട്ടോ ഒരു റെസ്പെക്റ്റാണ് അവരുടെ അത്. ബാക്കി നിരോഷും ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ടാണ് ബാക്കി ചടങ്ങ്. അപ്പോൾ അവരങ്ങനെ ഡ്രസ്സൊക്കെ മാറി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവളുടെ സാരി. ഗ്രീനും റെഡും ഉള്ള കോമ്പിനേഷൻ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അങ്ങനെ വള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു അമ്മായിയാണ് കേട്ടോ. അവൾക്ക് വള കുറച്ച് ടൈറ്റായിരുന്നു അത്. അവരുടെ ആൾക്കാരെല്ലാവരും ഒന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരു സോഫയിലും കസേരയിലൊന്നും ഇരിക്കണില്ല. എല്ലാം താഴത്താണ് കേട്ടോ ഇരുന്നത്. അവർ ഇവിടെ എന്തൊരു പരിപാടിയാണേലും അധികം ആൾക്കാർ താഴത്താണ് കേട്ടോ ഇരിക്കുക. അപ്പം അങ്ങനെ ഫ്രൂട്ട്സും സ്വീറ്റ്സും എല്ലാം അങ്ങനെ അവളുടെ സാരിയുടെ തുമ്പോ അല്ലെങ്കിൽ ഒരു ബ്ലൗസിൻ്റെ പീസിലോ അതിലാണ് കേട്ടോ അങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ കുറേ സ്വീറ്റ്സൊക്കെ ഒരുപാട് വെറൈറ്റീസ് അവർ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ അവൾക്ക് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പൂവും വെച്ച് കൊടുക്കുന്നുണ്ട്. അവർ അമ്മായിയാണത്. അക്ഷയന്തലൊക്കെ ഇട്ട് അനുഗ്രഹിക്കുന്നതാണ്. സ്വീറ്റ്സൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. എല്ലാവരും അക്ഷയന്തലൊക്കെ ഇടും കേട്ടോ. അനുഗ്രഹിക്കലാണത്. അത് പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട് കുട്ടി. പിന്നെ അവരുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും അന്ന് പൊട്ടൊക്കെ വെച്ച് കൊടുത്ത് അക്ഷയന്തലൊക്കെ ഇട്ട് അനുഗ്രഹിച്ച് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ചടങ്ങുകളാണ് കേട്ടോ. എല്ലാവരും സാരി അങ്ങനെ ഡ്രസ്സ് അങ്ങനെയൊക്കെ ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുന്നതായിരുന്നു. സ്വീറ്റ്സ്
പിന്നെ എല്ലാവരും അങ്ങനെ പൊട്ടൊക്കെ വെച്ച് കൊടുത്തും അനുഗ്രഹിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവരുടെ റിലേറ്റീവ്സൊക്കെയാണത്. എല്ലാവരും കൂടി നല്ല രസമായിരുന്നു കേട്ടോ. പയ്യൻ്റെ അമ്മയും അച്ഛനുമാണ്. അവരും അക്ഷന്തലൊക്കെ ഇട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. ഇത് ഭാഗ്യയുടെ അമ്മയും അച്ഛനുമാണ്. പിന്നെ എല്ലാവരും ഇങ്ങനെ പൊട്ട് വെച്ച് കൊടുക്കും കേട്ടോ, കുങ്കുമപ്പൊട്ട്. ഇത് പയ്യൻ്റെ ഏട്ടനും ഏട്ടത്തിയമ്മയും കൊച്ചുമാണ്. ഇത് ഭാഗ്യയുടെ 2 ബ്രദേഴ്സാണ് കേട്ടോ. രണ്ടുപേരും നല്ല ഫണ്ണിയായിരുന്നു. അങ്ങനെ ഞങ്ങളും സ്വീറ്റ്സൊക്കെ കൊടുത്ത് അനുഗ്രഹിച്ചു. അങ്ങനെ എല്ലാവരും കൂടെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഇത് അവളുടെ ബ്രദേഴ്സാണ് കേട്ടോ. അവർ കാല് പിടിക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് എല്ലാവരും വളയൊക്കെ ഇട്ട് കൊടുത്ത് ചടങ്ങൊക്കെ കഴിഞ്ഞുണ്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് മേളിലോട്ട് പോയതാണ്. അവരുടെ കുറേ ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നു. ഞങ്ങൾ ലാസ്റ്റാണ് പോയത്. അപ്പം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്ക് ബൈ.